ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് 6 ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. അതിൽ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റീസ് നിർബന്ധമാണ്. തുടർന്നുള്ള 5 ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും 4 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യണം. ഒരു ആക്ടിവിറ്റീസ് നമുക്ക് ഓപ്ഷനിലാണ്. അപ്പോൾ അറിയാവുന്ന 4 എഴുതുക. ആദ്യത്തെ നമുക്കുണ്ടാവുക കോംപ്രിഹെൻഷൻ ആയിരിക്കും. ഒരു പാസേജ് തരും, അതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. അത് നമുക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഈ ഒരു മോഡൽ പേപ്പറിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പം ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ. ചിലപ്പോൾ ചോദ്യം ഒരു പിക്ചർ തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ചെറിയ ചെറിയ ഹട്ട്സ് ഉണ്ട്, ഡക്ക് ഉണ്ട്, ചിക്കൻസ് ഉണ്ട്, അങ്ങനെ ഒരാൾ വെള്ളം ഒഴിക്കുകയാണ്, അങ്ങനെ ഒരുപാട് കൗവുണ്ട്, അതേപോലെ ഹിൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്ക്രൈബ് ദ പിക്ചർ പറഞ്ഞിട്ട് നമ്മൾ 5 സെൻറ്റൻസ് അറ്റ്ലീസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്കത് എഴുതാം. ദിസ് ഈസ് റെബേക്കാസ് ഫാം. റെബേക്ക ഈസ് ഫീഡിങ് ദ ആനിമൽസ് ഇൻ ഹെർ ഫാം. അപ്പോൾ റെബേക്ക എന്താണ്, വെള്ളം കൊടുക്കുകയാണല്ലേ ആനിമൽസിനൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ, റെബേക്ക ഈസ് ഫീഡിങ് ദ ആനിമൽസ് ഇൻ ഹെർ ഫാം. വി ക്യാൻ സീ ഷീപ്പ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ ട്രോം. അപ്പോൾ ഇവിടെ ഒരു ഷീപ്പിനെ കാണുന്നുണ്ട്, അതെന്താണ്, വെള്ളം കുടിക്കുകയാണ്. ഹെൻസ് ആൻഡ് ഡെക്സ് ആർ പെക്കിംഗ് ഗ്രെയിൻസ്. നുള്ളി തിന്നാണ്. ഗ്രെയിൻസ്, ധാന്യമണികൾ ഇങ്ങനെ കൊത്തി തിന്നാണ്. പെക്കിംഗ് ഗ്രെയിൻസ്. എ കൗ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ കൗഷെഡ്. കൗഷെഡിൽ ആരാണുള്ളത്, കൗ ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എ കൗ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ കൗഷെഡ്. ഹേ ഈസ് സ്റ്റാക്ഡ് നിയർ ദ കൗഷെഡ്. അപ്പോൾ കൗഷെഡിൻ്റെ അടുത്ത് എന്തുണ്ട്, പുല്ല് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. We can see 2 huts near the farm where Rebecca and her family live. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് എന്ത് കാണാം, 2 ഹട്ട്സ് കാണാം. അവിടെയാണ് റെബേക്കയും ഫാമിലിയും ജീവിക്കുന്നത്. ട്രീസ് ആർ ഫുൾ ഓഫ് ലീവ്സ്. ദ ഫാം ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഒന്നും കൂടി വായിച്ചു നോക്കാം. ദിസ് ഈസ് റെബേക്കാസ് ഫാം. റെബേക്ക ഈസ് ഫീഡിങ് ദ ആനിമൽസ് ഇൻ ഹെർ ഫാം. We can see sheep drinking water from the trough. Hens and ducks are pecking grains. A cow is standing in the cowshed. Hay is stacked near the cowshed. We can see 2 huts near the farm where Rebecca and her family live. Trees are full of leaves. The farm looks very beautiful. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് റക്കൂൺ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ റക്കൂൺ എന്താണ്, ഇഷ്ടമല്ല, സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. ഹിസ് മദർ കമ്പൽസ് ഹിം. അപ്പോൾ അമ്മ നിർബന്ധിക്കുകയാണ്. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് കോൺവെർസേഷൻ ദാറ്റ് ടേക്സ് ബിറ്റ്വീൻ ദം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. അപ്പോൾ നമുക്ക് അവർ തമ്മിലുള്ള, അപ്പോൾ റെക്കോർഡിന് എന്താണ്, സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. അപ്പോൾ അമ്മ പോകുന്നു പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അപ്പോൾ അത് കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മൾ 5 സെൻറ്റൻസ് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ജസ്റ്റ് പറയും, മോം ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ നിന്ന് പോകണ്ട. മോം ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ മദർ ചോദിക്കും, വാട്ട്സ് റോങ്, എന്താ പറ്റിയത്? സിസ്റ്റർ, ഐ വാണ്ട് ടു സ്റ്റേ ഹോം. എനിക്ക് വീട്ടിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. അപ്പോൾ മദർ പറയും, ഐ ഹാവ് എ സീക്രറ്റ് ടു ഹെൽപ്പ് യു ഫീൽ ബെറ്റർ. അപ്പോൾ എൻ്റെ കയ്യിലൊരു സീക്രറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് കിസ്സിങ് ഹാൻഡ്. അതിൻ്റെ പേരാണ് കിസ്സിങ് ഹാൻഡ്. അപ്പോൾ എന്താ, അപ്പോൾ ചോദിക്കുക, അതെന്താ, വാട്ട്സ് ദാറ്റ്? അപ്പോൾ മദർ സിസ്റ്ററിൻ്റെ ഹാൻഡിൽ കിസ് ചെയ്യും. ആൻഡ് വെനെവർ യു ഫീൽ സ്കെയേർഡ് ഓർ ലോൺലി, നിനക്ക് എപ്പോഴെങ്കിലും വല്ല പേടിപ്പെടുത്തുക അല്ലെങ്കിൽ ഏകാന്തതയെ അനുഭവിക്കുമ്പോൾ, പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് റിമെമ്പർ ഐ ലവ് യു. ഓക്കെ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഓക്കെ മാം, ഐ വിൽ ഗോ ടു സ്കൂൾ. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ സിസ്റ്റർ ഹാപ്പിയായി സ്കൂളിൽ പോകാമെന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. മോം ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. വാട്ട്സ് റോങ്? I want to stay home. I have a secret to help you better. It is called the kissing hand. What is that? Kisses Chester hand. Whenever you feel scared and lonely, press your hand to your cheek and remember I love you. Okay, mom, I will go to school. അപ്പോൾ നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷനും പഠിച്ചു, അതേപോലെ ഒരു കോൺവെർസേഷനും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഒരു അനൗൺസ്മെൻ്റ് ആണ്. ദ നേച്ചർ ക്ലബ്ബ് ഓഫ് റെബേക്ക സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെൻറ്റ് ഇൻ ദ മോർണിംഗ് അസംബ്ലി. അപ്പോൾ റെബേക്കയുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് എന്താണ് കണ്ടക്ട് ചെയ്യുന്നത്? ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലാണ്. ഒരു എന്താണ് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചെറിയ ഫിലിംസ്,
ഹ്രസ്വ ചലച്ചിത്രങ്ങൾ അവർ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ആണ്, കാലാവസ്ഥ വ്യതിയാനം. പ്രിപ്പയർ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെൻറ്റ് ഇൻ ദ മോർണിംഗ് അസംബ്ലി. അപ്പോൾ അതിന് വേണ്ടി മോർണിംഗ് അസംബ്ലി, നമുക്ക് സ്കൂളിലൊക്കെ അസംബ്ലി ഉണ്ടാവുമല്ലോ, അതിൽ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഒരു എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊക്കെ നമ്മൾ അതിനെ പറ്റിയിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതാനാണ്. അപ്പോൾ നമ്മൾ എന്താ എഴുതുക, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ എല്ലാവരോടും എന്ത് പറയണം, ഗുഡ് മോർണിംഗ് പറയണം. പിന്നെ നമ്മളെ അഭിസംബോധന ചെയ്യണം. നമ്മൾ സ്കൂളാകുമ്പോൾ ആരൊക്കെ ഉണ്ടാവും, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ടീച്ചർമാരെ, ഫ്രണ്ട്സ്. ഐ ആം റെബേക്ക, ഞാൻ റെബേക്കയാണ്. ഐ ആം ലീഡിങ് ദിസ് മോർണിംഗ് അസംബ്ലി വിത്ത് മൈ ടാലൻറ്റഡ് നേച്ചർ ടീം മെമ്പേഴ്സ്. അപ്പം ഞാനാണ് ഇന്ന് അസംബ്ലിയിൽ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്. We cannot begin without acknowledging God Almighty. Our nature club has decided to conduct a short film festival on climate change. അപ്പോൾ നമ്മുടെ നേച്ചർ ക്ലബ്ബ് ഡിസൈഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. എന്താണ് തീരുമാനിച്ചിട്ട്, ടു കണ്ടക്ട് എ ഷോർട്ട് ഫിലിം, ഒരു ഷോർട്ട് ഫിലിം കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫെസ്റ്റിവൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച്. ഇറ്റ് വിൽ ബി ഹെൽഡ് ഇൻ സ്കൂൾ ഓഡിറ്റോറിയം. അപ്പോൾ ഇതൊക്കെ എവിടെ നടക്കുന്നത്, സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. ഓഫ് ടെംപ്ല ഗേൾസ് അക്കാഡമി ഓൺ 20th November 2024 10 AM to 1 PM. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഇത് നടക്കുന്നത് അതൊക്കെയാണ് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഓൾ ആർ ഇൻവൈറ്റഡ് ടു ദ ഒക്കേഷൻ. അപ്പോൾ എല്ലാവരെയും ഈ ഒരു സംഭവത്തേക്ക് ക്ഷണിക്കുകയാണ്. ദ ഈവൻറ്റ് വിൽ ബി ഇനാഗ്രേറ്റഡ് ദ ചീഫ് ഓഫ് മസായ് കമ്മ്യൂണിറ്റി. അപ്പോൾ ആരാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്, അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഷെയർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് നേച്ചർ ഫ്രം ക്ലൈമറ്റ് ചേഞ്ച്. താങ്ക് യു വെരി മച്ച് യുവർ അറ്റൻഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ടത്. അതൊരു സ്പീച്ച് പോലെ തന്നെ. ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ഐ ആം റെബേക്ക ആൻഡ് ഐ ആം ലീഡിങ് ദ മോർണിംഗ് അസംബ്ലി വിത്ത് മൈ ടാലൻറ്റഡ് നേച്ചർ ടീം മെമ്പേഴ്സ്. We cannot begin without acknowledging God Almighty. Our nature club has decided to conduct a short film festival on climate change. It will be held in the school auditorium on Tembuya Girls Academy on 20th November 2024 from 10 AM to 1 PM. All are invited to the occasion. The event will be inaugurated by the chief of Maasai community. Let us share the importance of protecting nature from climate change. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൈക്കിൾസ് ടീം വൺ ദ ഗെയിം. മൈക്കിളുടെ ടീമാണ് കളി ജയിച്ചത്. ഹി വാസ് വെരി ഹാപ്പി, ഭയങ്കര സന്തോഷമാണ്. ഹി റോട്ട് ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി. വാട്ട് വുഡ് ബി ദ ഡയറി. അപ്പോൾ അവനക്ക് ഭയങ്കര സന്തോഷമായി. ആ സന്തോഷങ്ങളൊക്കെ അവനൊരു ഡയറിയിൽ എഴുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ തീർച്ചയായും ഡേറ്റും അതേപോലെ തന്നെ ദിവസത്തിൻ്റെ പേരും സമയവും എഴുതണം. അപ്പോൾ നമ്മൾ ആ ഡേറ്റ് എഴുതി, സമയം എഴുതി, ദിവസത്തിൻ്റെ പേരെഴുതി. ടുഡേ വാസ് ഗ്രേറ്റ്, ഇന്നത്തെ ദിവസം ഗ്രേറ്റ്, വളരെ നല്ലതായിരുന്നു. അവർ ടീം വൺ ദ ഗെയിം, നമ്മുടെ ടീമാണ് ഗെയിം ജയിച്ചത്. ആൻഡ് ഐ സ്കോർഡ് ദ വിന്നിംഗ് ബാസ്ക്കറ്റ് ഓവർ മാർക്സ് വാസ് നെർവസ് ബട്ട് ഐ റിമെമ്പർ ഓൾ ദ പ്രാക്ടീസ് ആൻഡ് ഐ പുട്ട് ഇൻ. അപ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസൊക്കെ അതിലിട്ടു, എല്ലാം ഓർമ്മിച്ച്, റിമെമ്പേർഡ് ഓൾ ദ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എല്ലാ പരിശീലനങ്ങളും ഓർമ്മിച്ചു. ഐ ഫെൽറ്റ് അമേസിങ് ടു ഹെൽപ്പ് ഹെഡ്. മൈ ടീം വിൻ. ഐ കാൺട്ട് ബിലീവ് ഐ ഡിഡ് ഇറ്റ്. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത് ഞാൻ എത്തിപ്പിടിച്ചു എന്നുള്ളത്. ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഞാൻ വളരെയധികം സന്തോഷവനാണ്. കൂടാതെ എഗെയിൻ നെക്സ്റ്റ് സാറ്റർഡേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് എഴുതണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തും ഒരു ഡയറി എൻട്രിയാണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ട്രൈഡ് ഹാർഡ് ടു ക്ലൈംബ് അപ്പ് ദ മൗണ്ടൻ. ഷീ പുൾഡ് ദ ലിറ്റിൽ ട്രെയിൻ അപ്പ് ടു ദ മൗണ്ടൻ ബൈ സെയിങ് ഐ തിങ്ക് ഐ ക്യാൻ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ ട്രെയിനിൽ എന്താണ്, ഈ വലിയ മൗണ്ടൈൻ ഒന്ന് ക്ലൈം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ പറയുകയാണ്, ഐ തിങ്ക് ഐ ക്യാൻ, എനിക്ക് കഴിയും എന്ന് പറയുകയാണ്. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ലിറ്റിൽ ബ്ലൂ എൻജിൻ അബൌട്ട് ഹെർ ഫീലിങ്സ് ആഫ്റ്റർ റീച്ചിങ് ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. അപ്പം ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ ആ ഫീലിങ്സ്, അതായത് അപ്പർ സൈഡ്, മൗണ്ടൈൻ്റെ അപ്പർ സൈഡ് എത്തി അപ്പോൾ ഉള്ള ഫീലിംഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് എന്തെല്ലാം എഴുതാം. July 8, 2024 Thursday. Today I pulled the little train to the other side of the mountain. ഞാനും പുള്ള ചെയ്തു എടുത്തേക്ക് മൗണ്ടൈൻ്റെ അതർ സൈഡിലേക്ക്. ഐ കുഡ് ഡു ഇറ്റ് ബൈ ദ തോട്ട് ഇൻ മൈ മൈൻഡ് ദാറ്റ് ഐ തിങ്ക് ഐ ക്യാൻ. ഞാൻ എങ്ങനെയാണ് ചെയ്തത്? ഐ കുഡ് ഡു ഇറ്റ്. ഞാൻ എങ്ങനെയാണ് ചെയ്തത്? ബൈ ദ തോട്ട്. ഞാൻ എങ്ങനെ ചിന്തിച്ചു? എന്താ ചിന്തിച്ചു? ഇൻ മൈ മൈൻഡ്, എൻ്റെ ഹൃദയത്തിൽ. ഐ തിങ്ക് ഐ ക്യാൻ, എനിക്ക് കഴിയും. ബൈ ഹെൽപ്പിംഗ് ദം ഐ കുഡ് സീ ദ ഹാപ്പി ഫേസസ് ഓഫ് ദ ടോയ്സ് ആൻഡ് ഡോൾസ്. അപ്പോൾ ബൈ ഹെൽപ്പിംഗ് ദം ഐ കുഡ് സീ ദ ഹാപ്പി ഫേസസ് ഓഫ് ദ ടോയ്സ് ആൻഡ് ഡോൾസ്. അപ്പോൾ അവരെ സഹായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് നല്ല സന്തോഷമുള്ള മുഖങ്ങൾ കാണാൻ പറ്റി. ദേ ബിക്കെയിം ഹാപ്പി ദാറ്റ് ദ ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ അവരെന്തായി? നല്ല ഹാപ്പി ആയിട്ടുള്ള ബോയ്സും ഗേൾസായി. ദേ ബിക്കെയിം ഹാപ്പി ദാറ്റ് ദ ബോയ്സ് ഗേൾസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ കുഡ് ഗെറ്റ് ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ്. നൗ ഐ ഓൾസോ ഫീൽ ഹാപ്പി. എനിക്കും വളരെയധികം ഹാപ്പിയായി.